നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം തിരൂരങ്ങാടിയിൽ വനിതാ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് പരിഗണിക്കുന്നു. വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറ മമ്പാടാണ് പരിഗണനാ പട്ടികയിൽ ഇപ്പോഴുള്ളത്. ഇവിടെ ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PM.A. സലാമിന്റെ പേരും പരിഗണനയിൽ വന്നിട്ടുണ്ട്. സമീർ ബിൻ ഖരീം തിരൂരിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത. സമീർ, എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള ആവേശമായിട്ട് ഒരുപാട് ആൾക്കാർ കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ സമീറെ, ശരിക്കും സത്യം പറഞ്ഞാൽ ഈ സ്ഥാനാർത്ഥികളായി നിൽക്കാൻ ഒരുപാട് ആൾക്കാർ ക്യൂവിലുണ്ടോ? എന്താ വിവരം ഇപ്പോൾ? മുസ്ലിം ലീഗ് തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ നിലവിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. കാലങ്ങളായി മുസ്ലിം ലീഗിന് കേൾക്കുന്ന പഴുകളിൽ ഒന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ അംഗമായ മുസ്ലിം ലീഗ് വനിതകളില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ വിജയ സാധ്യതയുള്ള മുസ്ലിം ലീഗിന് വിജയം ഉറപ്പെന്ന് മുസ്ലിം ലീഗ് പറയപ്പെടുന്ന, തുടർച്ചയായി മുസ്ലിം ലീഗിന് കൂടെ നിന്ന തിരൂരങ്ങാടി മണ്ഡലത്തിൽ നിലവിൽ സുഹറ മമ്പാടിനെയാണ് മുസ്ലിം ലീഗ് പരിഗണിക്കുന്നത് എന്നുള്ളതാണ്. വനിതാ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷയാണ് സുഹറ മമ്പാട്. നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അങ്ങനെ നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള സുഹറ മമ്പാടിനെയാണ് നിലവിൽ തിരുവനങ്ങാടി മണ്ഡലത്തിൽ പരിഗണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പൊതുവെ മുസ്ലിം ലീഗിൽ നിന്നും മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ തിരുവനങ്ങാടി പൊതുവെ സ്ഥാനാർത്ഥിയാകുന്നത്. അങ്ങനെയെങ്കിൽ സുഹറ മമ്പാട് തടസ്സമല്ല, അവരും ഈ വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു എതിർപ്പും വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ ഒരു വനിതാ സ്ഥാനാർത്ഥി ഇത്തവണ തിരുവനങ്ങാടിൽ മത്സരിക്കട്ടെ എന്നുള്ള നിലപാടാണ് നിലവിൽ പാർട്ടി സ്വീകരിക്കുന്നത്. ഇതിൽ മാറ്റങ്ങൾ നിലവിൽ വന്നേക്കാം. കാരണം ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ സുഹറ മമ്പാടിന് പുറമെ PM.A. സലാമിന്റെ പേര് കൂടി തിരുവനങ്ങാടിയിൽ പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത്. അദ്ദേഹം PM.A. സലാം എന്നുള്ളത് തിരുവനങ്ങാടിയിൽ നിന്നുള്ള നേതാവാണ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന് ഒരു സേഫായ ഒരു മണ്ഡലം വേണമെന്നുള്ള ഒരു അഭിപ്രായം പാർട്ടികൾക്ക് ഉയർന്നതാണ്. അങ്ങനെയെങ്കിൽ PM.A. സലാമിന്റെ പേരും കൂടി തിരുവനങ്ങാടിയിൽ പരിഗണിക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ആര് മത്സരിക്കും എന്നുള്ള കാര്യം ഏറെ പ്രധാനപ്പെട്ടതാണ്. മാത്രമല്ല, യൂത്ത് ലീഗ് പോലെയുള്ള യുവജന പ്രസ്ഥാനങ്ങളാണെങ്കിൽ ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ തിരുവനങ്ങാടിയിൽ വരട്ടെ എന്നുള്ള ഒരു കാര്യവും തന്നെ പറയുന്നുണ്ട്. എങ്ങനെ വന്നാലും തിരുവനങ്ങാടി എന്നുള്ളത് മുസ്ലിം ലീഗിന്റെ കോട്ടയാണ്. വർഷങ്ങളായി മുസ്ലിം ലീഗ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. ഇത്തവണ KPA മജീദാണ് അവിടെ വിജയിച്ചത്. അദ്ദേഹം ഇത്തവണ മത്സരിക്കാൻ അവിടെ സാധ്യതയില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പേരുകളൊക്കെ തന്നെ പരിഗണിക്കപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.